മലയാളികളുടെ അഭിമാനം, കേരളത്തിൻ്റെ അഭിമാനം, ദാദാസാഹിബ് ഫാൽക്കെ വിന്നറായിട്ടുള്ള മോഹൻലാൽ അല്ലെങ്കിൽ ലാൽ സാറിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ബിഗ് ബോസ് എന്ന ഈ വലിയ ഷോയിലേക്ക്, വലിയ ടെലിവിഷൻ ഷോയിലേക്ക് നെക്സ്റ്റ് ടൈമിൽ അടുത്ത തവണ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ സാധാരണക്കാരായ ആളുകളെ പങ്കെടുപ്പിക്കുക, കൂടുതലും സാധാരണക്കാരായ ആളുകളെ ഈ പരിപാടിയുടെ ഭാഗമാക്കുക. ഇതിന് സെലിബ്രിറ്റീസിനെ വേണ്ടാന്നല്ല, ഈ ഷോയുടെ ഒരു 75% സാധാരണക്കാരായ ആളുകളെ ഇതിൽ പങ്കെടുപ്പിക്കുക. അങ്ങനെ പങ്കെടുപ്പിക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നീട് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ലഭിച്ചേക്കാം. കാരണം ബിഗ് ബോസ് എന്ന മെഗാ ഷോ, വലിയ ഷോയിൽ ഒരു ദിവസമെങ്കിലും ഭാഗമായി കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ അവരെ തേടിയെത്തും. അത് അവർക്ക് ഒരുപാട് പ്രയോജനപ്രദമാണ്. മാത്രമല്ല സാധാരണക്കാരായ ആളുകളെ കൂടുതൽ ഈ ഷോയിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്യും, ഈ ഷോ കാണുവാനായിട്ട് തുടങ്ങും. ഇത്തവണ തന്നെ നമുക്ക് മനസ്സിലാവും, അനീഷ് എന്നൊരു കോമണർ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ, സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്തു, ഈ ഷോ കാണുവാനായിട്ട് തുടങ്ങി. ഞാൻ പോലും ഉള്ളത് പറയാറില്ല, ഞാൻ ബിഗ് ബോസ് ഷോ അങ്ങനെ കാണുന്ന ഒരാളാണ്. പക്ഷേ ഈ വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു. മാത്രമല്ല സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ഉയരത്തിലേക്ക് പോകുവാൻ ഈ ഷോ സഹായകമാകണം കേട്ടോ. അതെൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞതാണ്. സെലിബ്രിറ്റി ഞാൻ പറഞ്ഞല്ലോ, സെലിബ്രിറ്റികളെ സെലക്ട് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സെലിബ്രിറ്റികളെ സെലക്ട് ചെയ്യുക, കൂടുതലും എന്ത് ചെയ്യുക, സാധാരണക്കാരായ ആളുകളെ ഈ ഷോയിൽ പങ്കെടുപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷോയുടെ മാറ്റ് വർദ്ധിക്കും. ബിഗ് ബോസ് എന്ന ഈ ഷോയുടെ മാറ്റ് ഒരുപാടങ്ങ് വർദ്ധിക്കും. സാധാരണക്കാർ ഈ ഷോ നെഞ്ചിലേറ്റും, ഈ ബിഗ് ബോസ് എന്ന ഷോ നെഞ്ചിലേറ്റും. സെലിബ്രിറ്റികളെ വേണ്ടാന്നല്ല, സെലിബ്രിറ്റികൾ വേണം. മാത്രമല്ല ഒരുപാട് നല്ല കഴിവുള്ള ഒരുപാട് സാധാരണക്കാർ എങ്ങും എത്താതെ പോകുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരണം. ഈ ഷോയിലൂടെ സാധാരണക്കാരെ പങ്കെടുപ്പിച്ച് അവർക്ക് എന്ത് ചെയ്യണം, ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു അവസരങ്ങൾ ജീവിതത്തിൽ നേടിക്കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഈ ഷോയുടെ ഏറ്റവും വലിയൊരു മെറിറ്റായി മാറും.